കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല മാഫിയ പ്രവർത്തനങ്ങളുമാണ് അൻവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചർച്ചകളിലും വെളിപ്പെടുത്തലുകളിലും കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് തൃശൂർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയമൊരുക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ADGP കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി എന്ന് പൂരം കലക്കിയതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും അൻവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുനിൽകുമാറും ഇതേ സ്വഭാവത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കമ്മീഷണർ ഉൾപ്പെടെയാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്, ഞാനതിന്റെ ഇരയാണ് എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 2016 മുതൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിൽ മുതൽ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ചുള്ള പല വിശകലനങ്ങളും പല വിമർശനങ്ങളും വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള പോലീസിന്റെ RSSന്റെ ഷെല്ല് പ്രവർത്തിക്കുന്നു, സംഘപരിവാറിന് അനുകൂലമായ നിലപാടുകളിൽ അതിശക്തമായി കേരള പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഒരു കളിസ്ഥലമാക്കി കേരള പോലീസിനെ മാറ്റിയത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. ഭരണപക്ഷ MLA പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായി ആ വിഷയത്തിൽ അടിവരയിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേരള പോലീസിനെ സംഘപരിവാറിന്റെ വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ വഴിയൊരുക്കിയ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രമായ അന്വേഷണം കേരളത്തിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. പല ഘട്ടങ്ങളിൽ വെൽഫെയർ പാർട്ടി തന്നെ ഈ വിഷയം ഉന്നയിച്ചു.